നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മെൻറ്ററുണ്ടോ? നിങ്ങളെ ഗൈഡ് ചെയ്യാൻ, നിങ്ങളെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ, നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ പറ്റിയ ഒരാൾ നിങ്ങളുടെ ലൈഫിലുണ്ടോ? ചിലർക്ക് ഭാഗ്യമുള്ളവരാണ്. അവർക്ക് സ്വന്തമായിട്ട് തന്നെ അവരുടെ ജീവിതത്തിൻ്റെ ഇൻസൈഡിൽ തന്നെ അവർക്ക് അങ്ങനെ ഒരാൾ കാണും. എന്നാൽ എല്ലാവരും അങ്ങനെ ഭാഗ്യമുള്ളവരല്ല. അവർക്ക് ചിലപ്പോൾ ഒരാളിനെ കണ്ടെത്തേണ്ടതായിട്ട് വരും. ഒരു പ്രൊഫഷണലായിട്ട് പോലും നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ലാഭകരമായ ഒരു കാര്യമാണ്. നിങ്ങളെ ഒന്ന് ക്രമീകരിക്കാൻ, നിങ്ങളെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ, നിങ്ങളെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ, നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളും നിങ്ങൾ പോകുന്ന വഴികളെയും ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യാൻ, ആ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഉപദേശം തരാനൊക്കെ ഒരാൾ ലൈഫിലുള്ളത് നിങ്ങൾക്ക് വളരെ ലാഭകരമായിരിക്കും. അത്തരം ആൾക്കാരുടെ ജീവിതം എക്സ്ട്രാ ഓർഡിനറിലി ഫ്ലറിഷ് ചെയ്യും, ഒരു സംശയമില്ല. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ചിലരൊക്കെ വളരെ ഭാഗ്യമുള്ളവരാണ്. അവരെ ഗൈഡ് ചെയ്യാനും അവരെ നയിക്കാനും അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും ഒക്കെ വളരെ വിശ്വസ്തരായ ആൾക്കാർ അവരുടെ കൂടെ തന്നെ കാണും, അല്ലെ അവരുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ കാണും. അങ്ങനെയുള്ള ആൾക്കാർ, ചിലർക്ക് പേരൻസ് തന്നെ അങ്ങനെയുള്ള നല്ല ഒരു ഫിലോസഫറും ഗൈഡും ഫ്രണ്ടും ഒക്കെ ആയിട്ട് കൂടെ കാണും. എന്നാൽ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ ഒരു ഇൻസൈഡ് സർക്കിളിലോ ഔട്ട്സൈഡ് സർക്കിളിലോ ഒന്നും പലപ്പോഴും ഇല്ലാത്ത ഒത്തിരി ആൾക്കാർ ഇന്ന് ലോകത്തുണ്ട്. പലപ്പോഴും ഞാൻ ഇങ്ങനെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ വിളിക്കുന്ന ആൾക്കാരിലൊക്കെ നോക്കുമ്പോൾ അവർക്ക് സത്യം പറഞ്ഞാൽ ഒരു മെൻറ്ററില്ല, അവർക്കൊരു ക്രിറ്റിക്കില്ല, അവർക്കൊരു കറക്ഷൻ കൊടുക്കാൻ ഒരാളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലത്ത് അത്തരത്തിൽ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ഓൾട്ടർനേറ്റീവായിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും അത് ലാഭകരമാണ്. കാരണം ഞാൻ നോക്കുമ്പോൾ ഒരു നല്ല മെൻറ്ററോ ഒരു ഗൈഡോ ഒക്കെയുള്ള ആൾക്കാർ അവരുടെ ജീവിതത്തിൻ്റെ നിലവാരത്തിൽ തന്നെ വളരെ വ്യത്യാസമുണ്ട്. അവർ കുറേ കൂടെ പവർഫുള്ളാണ്, അവർ കുറേ കൂടെ കോൺഫിഡൻ്റ് ആണ്, അവർ കുറേ കൂടെ ഒരു ദീർഘദൂര വിഷനുള്ളവരാണ്. അപ്പം എന്നാൽ അതില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് അവർ പലപ്പോഴും ഇങ്ങനെ എല്ലാവരുടെയും കാര്യമല്ല, ഒരു അല്പം മെൻ്റലി വീക്കായിട്ട് ഇമോഷണലി വീക്കായിട്ട് ഒക്കെയുള്ള ആൾക്കാർ, ശരിയായിട്ടുള്ള കാര്യവിവരങ്ങളില്ലാത്ത ആൾക്കാർ, അപ്പോൾ ആ തരത്തിലുള്ള ഉയർന്ന അറിവുകളില്ലാത്ത ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അവർ പലപ്പോഴും ജീവിതത്തിൽ പല സ്ഥലങ്ങളിൽ അവർ വൾണറബിളായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. പലപ്പോഴും ഇതിനകത്ത് രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെന്നും ഒരേ നിലയിൽ പോകുന്നവരാണെങ്കിൽ നമുക്ക് ആരുടെയും ഗൈഡൻസ് ഒന്നും ആവശ്യമില്ല. കാരണം കാലം കൊണ്ട് നമ്മൾ ആ ഒരു കാര്യത്തിൽ വളരെ എഫിഷ്യൻ്റ് ആയിരിക്കും. നേരെ മറിച്ച് ഗ്രോത്ത് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഗ്രോത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ആൾക്കാർ, അവർക്കാണ് പലപ്പോഴും ഒരു മെൻറ്ററിൻ്റെ ആവശ്യം. കാരണം അവർ ആദ്യം ചെയ്തിരുന്ന കാര്യങ്ങളൊന്നും അല്ല, അതിനേക്കാളും ഉയർന്ന കാര്യങ്ങളിലേക്ക് അവർ മൂവ് ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് നല്ല ഗ്രാഹ്യം ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. എനിക്കറിയാവുന്ന ഒരു പുരോഹിതനുണ്ട്. അദ്ദേഹം ആദ്യമൊക്കെ ഇങ്ങനെ പള്ളികളിലൊക്കെ ശുശ്രൂഷയൊക്കെ ചെയ്ത് അത്തരം കാര്യങ്ങളിൽ മാത്രം നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ്. പിന്നീട് എന്നാൽ അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഉയർന്ന ചുമതലകളൊക്കെ ഒരു സ്കൂളിൻ്റെ ചുമതലയും അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചുമതലയൊക്കെ വന്നപ്പോൾ അദ്ദേഹം തന്നെ മനസ്സിലാക്കിയൊരു കാര്യം, അദ്ദേഹത്തിന് മാനേജ്മെൻറ്റ് സ്കില്ലില്ല, അദ്ദേഹത്തിന് ഒരു ഓർഗനൈസിങ്, പ്ലാനിങ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വലിയ സ്കില്ലില്ല. അദ്ദേഹം പലരുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടാനൊരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം പിന്നീട് എൻ്റെ ഒരു മെൻറ്റർഷിപ്പിലാണ് അദ്ദേഹം പിന്നീട് ഒരുപാട് കാലം പിന്നീട് അദ്ദേഹം വിദേശത്ത് പോവുകയും ഒക്കെ ചെയ്തു. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് വളരെ ശാന്തമായിട്ട്, എനിക്കറിയാം ഒരു വലിയ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ പോലും എങ്ങനെയായിരിക്കണം പോകേണ്ടത്, അല്ലെങ്കിൽ അതിന് വേണ്ട പ്രിപ്പറേഷൻസ് എന്തെല്ലാം കാര്യങ്ങളാണ് നോട്ട്സായിട്ട് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എല്ലായിടത്തും പുള്ളി വളരെ ഇഫക്റ്റീവായിരുന്നു. പലരും അദ്ദേഹത്തിനോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ അദ്ദേഹം അത് എന്നോട് പറയാറുണ്ടായിരുന്നു. എന്നാൽ അത് പരസ്യമാക്കാൻ പറ്റുന്ന ഒരു ബന്ധമല്ല. പലപ്പോഴും മെൻറ്റേഴ്സ് എല്ലാവർക്കും ഉണ്ട്, അവരതൊരിക്കലും വെളിയിൽ പറയണമെന്നില്ല. ലോകത്തിൽ വളരെ പവർഫുള്ളായിട്ടുള്ള ആൾക്കാർക്കെല്ലാം പലപ്പോഴും ഒരു മെൻറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ സ്പിരിച്വലായിട്ട് അവരെ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ട്. അങ്ങനെ എല്ലാവർക്കും ആരെങ്കിലുമൊക്കെ അവരുടെ പുറകിൽ കാണും. അപ്പോൾ അത് അവർ പരസ്യമാക്കണമെന്നില്ല. പക്ഷേ ലോകത്ത് പവർഫുള്ളാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടത് നമുക്കൊരു മെൻറ്ററോ അല്ലെങ്കിൽ നമ്മളെ ഒരു ക്രിറ്റിക്കലി അനലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരാളോ ഒക്കെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഇറ്റ് പ്രൊമോട്ട്സ് ഗ്രോത്ത് ആൻഡ് ഇമ്പ്രൂവ്മെൻറ്റ്. അതാണ് ഏറ്റവും വലിയൊരു ഗുണം. നമ്മളൊരു മെൻറ്ററൊക്കെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരമായി വളരാനും ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റും ഡെവലപ്മെൻറ്റും ഒക്കെ സംഭവിക്കാൻ, അല്ലെ ആ പൊട്ടൻഷ്യലൊക്കെ നമുക്ക് കാണിച്ചു തന്ന്, ഇതൊരു പോസിറ്റീവ് മിററിങ് ആണ്. സത്യം പറഞ്ഞാൽ ഒരു കണ്ണാടി പോലെയാണ് ഒരു മെൻറ്ററോ ഒരു ക്രിറ്റിക്കോ ഒക്കെ. ക്രിറ്റിക് എന്നുള്ള വാക്ക് തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട, അതൊരു ടോക്സിക് ആയിട്ടുള്ള രീതിയിലാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അതിനെ എടുക്കുന്നത്. നല്ലൊരു ക്രിറ്റിക്ക് നമുക്കുണ്ടാകുക, നമ്മളെ നമ്മുടെ തെറ്റുകളെയൊക്കെ ചൂണ്ടിക്കാണിച്ചു തരാനും, നമ്മളെ ഒന്ന് കറക്റ്റ് ചെയ്യാനും, നമ്മളെ ഒന്ന് ക്രമീകരിക്കാനും, നമ്മളെ ഒന്ന് വേണ്ടി വന്ന് ശാസിക്കാനും ഒക്കെ പറ്റുന്ന
ഒരു രണ്ട് വഴക്ക് പറയാനും അടിക്കാനും പോലും ബന്ധമുള്ള ഒരാൾ നമുക്കുണ്ടാകുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മളോട് വളരെ ഹാർഷായിട്ട് പോലും കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ അത്ര കണ്ട് സേഫാണ്. കാരണം ആ ബന്ധം വളരെ നല്ല ഇൻറ്റൻഷനുള്ള, അല്ലെങ്കിൽ ആ പരസ്പരം ഡെവലപ്പ് ആവണം, അല്ലെങ്കിൽ ഒരാളെ ഡെവലപ്പ് ചെയ്യുന്ന നല്ല ഇൻറ്റൻഷനുള്ള ഒരാളാണ് അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിലുള്ളതെങ്കിൽ അത് നമുക്ക് ഒത്തിരി പ്രയോജനം ചെയ്യും. കാരണം വളരെ ശക്തമായിട്ട് അവർ നമ്മളോട് പല കാര്യങ്ങളും പറഞ്ഞു തരും. നമുക്ക് അന്നേരം കഴിക്കുമെങ്കിലും പിന്നീട് അത് മധുരിക്കും. ഇന്നലെ ഒരാൾ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ പറഞ്ഞത്, അന്ന് പറഞ്ഞതൊക്കെ ഇപ്പം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണ്, അത് ഇപ്പോഴാണ് ശരിയാണത്. ഇപ്പോൾ ശരിയാണെന്ന് തോന്നുന്നത് ഉറപ്പായിട്ടും തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും തോന്നുന്നുണ്ട്. അപ്പോൾ സമയമെടുത്തു അത് ശരിയാണെന്ന് തോന്നാൻ. അത് പ്രാക്ടീസ് ചെയ്തത് കൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ ഗുണം കിട്ടുകയും ചെയ്തു. അപ്പം നമ്മളെ ഒന്ന് ചലഞ്ച് ചെയ്യാൻ അങ്ങനെയുള്ളവർ ശ്രമിക്കും. അവർ നമ്മളെ ഒന്ന് എക്സാക്റ്റ് ചെയ്യും. ചിലർക്ക് ഓവർ പ്രൈസ്ഡ് ആണ്, ചിലർക്ക് അണ്ടർ വാല്യൂഡ് ആണ്. ഒരു നല്ല മെൻറ്ററൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു എക്സാക്ട്ലി എന്താണ്, എവിടെയാണ് എൻ്റെ ഒരു കറക്റ്റ് സെൽഫ് എസ്റ്റിമേഷൻ എന്നൊക്കെയുള്ളത് നമുക്ക് പറഞ്ഞു തരും. അതുപോലെ നമ്മുടെ ഒരു സെൽഫ് അവെയർനെസ് കൂട്ടും. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ എന്താണ് എന്ന് പലപ്പോഴും നമുക്കറിയത്തില്ല. നമ്മുടെ പൊട്ടൻഷ്യൽ എന്തും വേണ്ടിയുണ്ട്, നമ്മുടെ വീക്ക്നെസ് എവിടെയാണ്, നമ്മുടെ സ്ട്രെങ്ത് എവിടെയാണ്, നമ്മുടെ ത്രെറ്റ് എവിടെയാണ്. ഒരു SWOT അനാലിസിസ് എന്നൊക്കെ പറയും. ഒരു നല്ല മെൻറ്റർ ഉണ്ടെങ്കിൽ നമുക്കൊരു SWOT അനാലിസിസ് ഓട്ടോമാറ്റിക്കലായിട്ട് കിട്ടും. നമ്മുടെ സ്ട്രെങ്ത് എവിടെയാണ്, വീക്ക്നെസ് എവിടെയാണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങളിൽ പ്രവർത്തിക്കാനും പറ്റും. നമുക്ക് ഒരുപക്ഷെ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. മുടി വെട്ടുന്ന ആൾ പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ മുടി വെട്ടാൻ ബുദ്ധിമുട്ടാണ്, അപ്പോൾ അതിനെനിക്ക് വേറൊരാളുടെ ഹെൽപ്പ് വേണം എന്ന് പറയും. നമ്മൾ പലരെയും ഗൈഡ് ചെയ്യുന്ന ആളായിരിക്കും, പക്ഷെ നമുക്കൊരു ഗൈഡൻസിന് പലപ്പോഴും വേറൊരാൾ നമ്മളെ സഹായിക്കുന്നത് പലപ്പോഴും ഉപകാരപ്പെടും. അതുപോലെ ഇത് വലിയൊരു റിസൈലൻസ് ബിൽഡ് ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു കുറ്റമൊക്കെ കേൾക്കാനും കുറ്റം പറയുന്നതിനോട് പ്രതികരിക്കാനും ഒക്കെ പോസിറ്റീവായിട്ട് നമ്മൾ പഠിക്കും. നമുക്ക് ഈ കുറ്റം കേൾക്കുന്നതൊക്കെ, പ്രത്യേകിച്ച് ഈ മെൻ്റലി വീക്കായിട്ട് ഇമോഷണലി വീക്കായിട്ടുള്ളവർക്ക് ആരും കുറ്റം പറയുന്നത് ഇഷ്ടമല്ല. ഇത് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കി വെച്ചോണം. നമുക്ക് മെൻ്റലി ഇമോഷണലി നമ്മൾ വീക്കാണെങ്കിൽ നമ്മളെ ആരും കറക്റ്റ് ചെയ്യുന്നതും കുറ്റം പറയുന്നതും നമുക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അവർ പറയുന്ന കുറ്റത്തിൻ്റെ പ്രോബ്ലം അല്ല, നമ്മളുടെ മെൻ്റൽ ഇമോഷണൽ സ്റ്റേറ്റിൻ്റെ പ്രോബ്ലമാണ്. പക്ഷേ നല്ല മെൻ്റൽ ഹെൽത്ത് ഇമോഷണൽ ഹെൽത്തും ഒക്കെ ഉള്ളവർ, ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നവർ, ഉയരാൻ ആഗ്രഹിക്കുന്നവർ, അവർക്ക് കുറ്റങ്ങളൊക്കെ പറയാൻ, അല്ലെ ആ ഫീഡ്ബാക്ക് തരാൻ കഴിയുന്ന, നമ്മളെ ഒന്ന് ടഫാക്കാൻ കഴിയുന്ന, നമ്മളുടെ തൊലിക്കട്ടിയൊക്കെ ഒന്ന് കൂട്ടാൻ കഴിയുന്ന ആൾക്കാർ ആയിട്ട് ഇടപെടാൻ ഒരു താല്പര്യം കാണിക്കും. അവരെപ്പോഴും അങ്ങനെ ഒരു മെൻ്ററിനെയൊക്കെ കണ്ടെത്താനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ നമുക്കൊരു റിഫ്ലക്ഷനും അഡാപ്റ്റബിലിറ്റി, ഒരു പുനർചിന്തനത്തിനുള്ള അവസരങ്ങൾ മെൻറ്റേഴ്സ് തരും, ക്രിറ്റിക്സ് തരും. അപ്പോൾ അല്ലെങ്കിൽ ഒരു ഗൈഡ് തരും. പുനർചിന്തനത്തിന് അവസരങ്ങൾ വേണം. നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ ഒന്ന് റിയലൈസ് ചെയ്യാനോ ഒന്നുകൂടെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാനോ ഒക്കെ നമുക്ക് അവസരങ്ങൾ വേണം. അതുപോലെ തന്നെ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനുള്ള നമ്മുടെ കഴിവിനെ നമ്മൾ വർദ്ധിപ്പിക്കണം. അതുപോലെ ഒരു നല്ല മെൻ്റർ റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യരെ വിശ്വസിക്കാനുള്ള വലിയൊരു കഴിവ് നമുക്ക് കിട്ടും. ഒരു ഓതൻറ്റിസിറ്റി ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറയും. ബന്ധങ്ങളുടെ ഒരു ദൃഢത, ആർദ്രത ഒക്കെ കൂടും. കാരണം അങ്ങനെയുള്ള ബന്ധങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ ബന്ധങ്ങളുടെ വാല്യൂ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, അതെല്ലാം ഇങ്ങനെ സൂചിപ്പിക്കുന്നതല്ലെന്നും അതൊക്കെ കുറച്ചൊക്കെ കറക്ഷണലാണെന്നും അതൊക്കെ വളരെ ഓണസ്റ്റായിട്ടുള്ള ഫീഡ്ബാക്കുകൾ തരുന്നവരാണ് നല്ല ബന്ധങ്ങൾ തരുന്നവരെന്നും അവരാണ് റിയൽ പീപ്പിളെന്നും ഒക്കെ മനസ്സിലാകണമെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ഗൈഡും ഒരു ക്രിറ്റിക്കും ഒരു മെൻറ്ററും ഒക്കെ നമ്മുടെ ലൈഫിലുള്ളപ്പോഴാണ് അത് സാധിക്കുന്നത്. റിയൽ പീപ്പിൾ നമ്മളെ ഇങ്ങനെ സൂചിപ്പിക്കുന്നവരല്ല, അവർ പഞ്ചസാര കോട്ട് ചെയ്ത് നമ്മളോട് ഇടപെടുന്നവരല്ല, അവരുള്ള കാര്യങ്ങൾ ഉള്ളപോലെ പറയുന്നവരാണ്. പക്ഷെ അതാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടണമെങ്കിൽ നമ്മൾ തന്നെ അത്തരത്തിലുള്ളൊരു പേഴ്സണാലിറ്റിയിലേക്ക് ഉയരേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ പെർഫെക്ഷനിസം ഒക്കെ കളയാൻ, ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്ന പലപ്പോഴും ഒരു മാനസികമായ ലോവർ സ്റ്റേറ്റാണ്. എല്ലാവരെയും ഇങ്ങനെ സന്തോഷിപ്പിക്കാനും എല്ലാം അങ്ങ് ചെയ്യാനും ഒക്കെയുള്ള, അത് ഏറ്റവും കുറ്റമറ്റതാക്കി ചെയ്തില്ലെങ്കിൽ അസ്വസ്ഥമാകുന്ന അവസ്ഥയൊക്കെ ഒരു രോഗാതുരമായ അവസ്ഥയാണ്. നമുക്കൊരു ക്രിറ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ, ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് കുറച്ചുകൂടെ പ്രാക്ടിക്കലാകാൻ കഴിയും.
മാത്രമല്ല പെർഫെക്ഷനിസത്തിനേക്കാൾ ഒരു എക്സലൻസ് എന്ന് പറയും, അതെല്ലാം കൂടെ ചേർന്ന് ഒരു ഗ്രേറ്റർ ഹൈറ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഈ പെർഫെക്ഷനിസ്റ്റുകൾ പലപ്പോഴും വളരാറില്ല. പെർഫെക്ഷനിസ്റ്റുകളെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അവരെ പലപ്പോഴും എല്ലാവരും യൂസ് ചെയ്യത്തുള്ളൂ. അവർ ജീവിതത്തിൽ ഒരിക്കലും വളരാനുള്ള സാധ്യതകളില്ല. അതുകൊണ്ട് ഈ ക്രിറ്റിസിസം സത്യത്തിലൊരു ശത്രുവല്ല. നമ്മളെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നവർ, നമ്മളെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നവർ, നമ്മളെ ഒന്ന് കുറ്റം പറയുന്നവരെല്ലാം നമ്മുടെ ശത്രുക്കളാണ് എന്ന് ചിന്തിക്കുന്നത് ഒരു ഡെവലപ്മെൻറ്റൽ മൈൻഡ് സെറ്റ് അല്ല. ഒരു ഡെവലപ്മെൻറ്റൽ മൈൻഡ് സെറ്റിൽ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാർ ധാരാളമായിട്ട് വേണം. ഒരുപക്ഷെ അവരാണ് നമ്മൾക്ക് കൃത്യമായിട്ട് ഫീഡ്ബാക്ക് തരുന്നത്, അവരാണ് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നത്, അവരാണ് നമ്മുടെ റിയൽ ഫ്രണ്ട്സ്. ഈ ടോക്സിക് ആയിട്ടുള്ള ക്രിറ്റിസിസത്തെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നതെല്ലാം, ഒരു പോസിറ്റീവായ ക്രിറ്റിസിസത്തെക്കുറിച്ചാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വന്നു, എൻ്റെ അമ്മായിയമ്മ പറയുന്നതെല്ലാം അതിന് പ്രശ്നമാണ്. ഞാൻ നോക്കിയപ്പോൾ ആ കുട്ടിയുടെ മെൻ്റൽ ഹെൽത്ത് വളരെ ലോയാണ്. ആ അമ്മായിയമ്മ പറയുന്ന കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല. അവർ ഈ കുട്ടിയുടെയും ഈ കുട്ടിയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് അവരുടെ മോനാണ്, അവരുടെ ജീവിത നിലവാരം ഒന്ന് ഉയരട്ടെ, അവർ കുറേ കൂടെ മെച്ചപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞ് പല സജഷൻസും കൊടുക്കുന്നേ ഉള്ളൂ. അല്ലാതെ റീസണബിൾ അല്ലാത്ത ഒരു മദർ ഇൻ ലോയെ അല്ല ഞാൻ മനസ്സിലാക്കിയത്. കാരണം അവിടെ എല്ലാവരുമായിട്ട് ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് വളരെ റീസണബിൾ ആയിട്ടുള്ള, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മദർ ഇൻ ലോയാണ്. പക്ഷേ ഈ കുട്ടിക്ക് അതെല്ലാം വളരെ പ്രശ്നമായിട്ട് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊരിക്കലും കറക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയത് ചെറിയ പ്രായം മുതലേ ഇനി ഇങ്ങനെ സൂചിപ്പിച്ച് വളർത്തുമായിരുന്നു. വലിയ നിർബന്ധമുള്ള കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നിർബന്ധങ്ങളെല്ലാം സാധിച്ചു കൊടുത്ത് പേരൻസ് വളർത്തി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ കുട്ടിക്ക് കറക്ഷൻസ് ഒന്നും ഇഷ്ടമല്ല, ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഇഷ്ടമല്ല, ഒരു ഡെവലപ്മെൻറ്റ് ഇഷ്ടമല്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളാണ്. അല്ലാതെ അത് നല്ലൊരു മെൻറ്ററൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പം ഞാൻ ഒരുപാട് കുട്ടികളെ മെൻറ്റർ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഞാൻ മെൻറ്റർ ചെയ്യുന്ന പല കുട്ടികൾക്കും എന്ത് സഹിക്കാനോ ആരുടെയും ചീത്തകൾ കേൾക്കാനോ ഒക്കെയുള്ള ഒരു ഗട്ട്സും ഒരു തൊലിക്കെട്ടിയൊക്കെ അവർക്ക് വന്നിട്ടുണ്ട്. കാരണം ഞാൻ തന്നെ ഏറ്റവും കൂടുതൽ അവരെ അറ്റാക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ മാത്രമല്ല നല്ലൊരു മെൻറ്റർഷിപ്പൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ ഇമോഷണൽ മെൻ്റൽ ഹെൽത്ത് ബെറ്ററാകും. അതുപോലെ തന്നെ നമ്മുടെ റാഷണൽ തിങ്കിങ് ബെറ്ററാകും. നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കുറേ കൂടെ വ്യക്തമാകും, ബെറ്ററാകും. ഇതൊക്കെയാണ് ഒരു നല്ല മെൻറ്ററൊക്കെ ഉണ്ടെങ്കിൽ. ഒരു മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത് കൂടുതലായിട്ടൊരു ഫിൽറ്ററാണ്. നമുക്ക് ഓരോ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടപ്പോൾ ഒന്ന് അരിച്ചെടുക്കാൻ പറ്റും. അതിനകത്ത് നല്ല തീരുമാനം എന്താണ്, നല്ല പ്രോബ്ലം സോൾവിങ് എങ്ങനെയാണ്, നല്ല ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ്, എന്തൊക്കെ വേണം, എന്തൊക്കെ വേണ്ട. നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൂട്ടാറുണ്ട്. ഒരു നല്ല മെൻറ്ററൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്, ഇല്ലാത്തത് എന്താണ്. എല്ലാ ലക്ഷ്യങ്ങളും ലക്ഷ്യങ്ങളല്ല, എല്ലാ യാത്രകളും നമുക്ക് ആവശ്യമില്ല, എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിക്കേണ്ട, കാണുന്നതെല്ലാം വിശ്വസിക്കേണ്ട, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കേണ്ട. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളിൽ ഒരു ഫിൽറ്ററായിട്ട് നമുക്ക് ഒരു മെൻറ്റർഷിപ്പ് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് പ്രൊവൈഡഡ് യു ഗെറ്റ് എ ഗുഡ് മെൻറ്റർ, ആ മെൻറ്ററിൻ്റെ ഒരു ജ്ഞാനം, ഒരു വിസ്ഡം ലെവലിൽ ഉയർന്നു നിൽക്കുന്ന നല്ല ജീവിതാനുഭവങ്ങളുള്ള, നമ്മളെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് അവരെ ഗൈഡ് ചെയ്യാൻ കഴിയുന്ന, ഒരു ഓതൻറ്റിസിറ്റിയുള്ള, അവൈലബിലിറ്റിയുള്ള, അതിലേറെ ഗുഡ്നെസ് ഉള്ള ഒരു നല്ല മെൻറ്ററിനെ കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അങ്ങനെ ഒരാളെ കിട്ടിയാൽ യുവർ ലൈഫ് ഈസ് ഗോയിങ് ടു ബി എക്സ്ട്രാ-ഓർഡിനറിലി വണ്ടർഫുൾ. ഹാപ്പി ലിവിങ്. ഇത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അവരുടെ ലൈഫിലൊരു മെൻറ്ററും ഗൈഡും ഒക്കെ ഉണ്ടാകുന്നത് ഒരുപാട് ഗുണം ചെയ്യും. ഒരു വിചാരിക്കുന്നവർക്കെല്ലാം അറിയാവുന്നതാണ്, പക്ഷേ പല കാര്യങ്ങളും അവർക്കൊരു സിംഗിൾ ഡയമെൻഷനിലോ അല്ലെങ്കിൽ ഒരു 2 ഡയമെൻഷനിലോ 3 ഡയമെൻഷനിലോ ആയിട്ടുള്ളൊരു കാഴ്ചപ്പാടേ ഉള്ളൂ. ഒരു മെൻറ്റർ തീർച്ചയായിട്ടും ഒരു 6 ഡയമെൻഷണൽ കാഴ്ചപ്പാടിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നവരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ജീവിതം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.